നമ്മളപ്പോൾ ലക്ഷദ്വീപിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ മോർണിംഗ് തന്നെ രാവിലെ നേരത്തെ എണീറ്റു കേട്ടോ. മക്കളൊക്കെ അവരൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം വീട്ടിൽ നിന്നാണെങ്കിൽ എണീക്കാത്ത അവർ രാവിലെ എണീറ്റ് പോവാം, നമ്മൾ ബീച്ചിൽ പോകാമെന്നല്ല, കാരണം രാത്രിയെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. അപ്പോൾ രാവിലെ എന്തായാലും ഇറങ്ങാമെന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു അവർ. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ രാത്രി തലയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാത്രി ആയതുകൊണ്ട് രാവിലെ കുളിപ്പിച്ച് അങ്ങനെ നമ്മൾ നടക്കാനിറങ്ങി. അവിടെ എല്ലാവരും രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിൽ വന്നിരിക്കും. നമ്മൾ പോയ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരിങ്ങനെ വെറുതെ വന്നിട്ട് ഇരിക്കും. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ രാവിലത്തെ ടൈമിലൊന്നും ടൗണിലൊന്നും ആളുണ്ടാവില്ലല്ലോ. ഇവിടെ പക്ഷേ അങ്ങനെ രാവിലെയൊക്കെ നല്ല ആൾക്കാരായിരുന്നു. നമ്മളും പോയി കുറച്ച് നേരം അവിടെ ബീച്ച് നോക്കിയിരുന്നു. നല്ലൊരു സുഖം, മൈൻഡൊക്കെ ഒന്ന് കാമാവും. കാരണം ബീച്ചിങ്ങനെ നോക്കിയിരുന്നു ടെൻഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ രണ്ടിക്കമാർ മീൻ പിടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു വലയിൽ. മക്കളത് പോയി ഇങ്ങനെ നോക്കിക്കാണുന്നു. അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. വല കൊണ്ട് അവർ അവിടുന്ന് വലയെറിഞ്ഞ് പിടിക്കുമ്പോഴേ ഇവരിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അതൊക്കെ അവരിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്, വല പിടിക്കുന്നതും. പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ കണ്ടിട്ടില്ല അവരിതുവരെ. അപ്പോൾ മീനൊക്കെ ഇങ്ങനെ അതിൽ പെറുക്കിയിരുന്നതൊക്കെ അവരിങ്ങനെ ചോദിക്കുകയായിരുന്നു. ഒരുപാട് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് അതിങ്ങനെയൊക്കെ ചോദിച്ച്. പിന്നെ മോൻ തീരെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം വെള്ളം കണ്ടിട്ട് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. മക്കളവിടെ പോയി കളിക്കുന്നുണ്ടിട്ട് അവൻ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. അവനിങ്ങനെ ഇറങ്ങിപ്പോവാ, പിടിച്ചിട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല. കാരണം വെള്ളം കണ്ട മക്കൾ അങ്ങനെയാണല്ലോ, അവർക്ക് വെള്ളത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ. പിന്നെ അവരെയും കൊണ്ട് രക്ഷയില്ലാന്ന് തോന്നി. അപ്പോൾ നമ്മൾ തിരിച്ചു റൂമിലേക്ക് തന്നെ പോയിട്ടോ. കാരണം രാവിലെ തന്നെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് സ്കൂബ ഡൈവിങ്ങിനായിരുന്നു പോകാനുണ്ടായിരുന്നത്. അപ്പോൾ റെഡിയായി 9 മണിയാകുമ്പോഴേക്കും നമ്മളോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്നേരം ഇറക്കിയില്ല. എന്തായാലും പോകുമ്പോൾ ഇറങ്ങാതെ വിചാരിച്ച് തിരിച്ച് നമ്മൾ റൂമിലേക്ക് വന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഒരു ചെറിയ മോളുണ്ടായിരുന്നു. മോളും പിന്നെ 2 കുട്ടികളുണ്ടായിരുന്നു സൈക്കിളും കൊണ്ട്. അവളോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. സൈക്കിൾ തരുമെന്നൊക്കെ ചോദിച്ചു മോൻ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ റൂമിലേക്ക് തന്നെ വന്നു. അവിടെ അങ്ങനെ കുട്ടികളൊക്കെ ഫുള്ള് സൈക്കിൾ മേലാട്ടോ. ചെറിയ മക്കളായാലും വലിയ മക്കളും സൈക്കിൾ കൊണ്ട് ഇങ്ങനെ നടക്കും. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ സൈക്കിൾ കൊണ്ടൊന്നും അങ്ങനെ കുട്ടികളെ കാണാറില്ല. കാരണം എല്ലാ മക്കളും 1-2 ആളുടെ മദ്രസിലൊക്കെ പോകുമ്പോൾ എടുക്കുന്നതാണ്. അവിടെ സ്കൂളിലേക്കായാലും മക്കൾ പോകുന്ന സൈക്കിളിൽ തന്നെയാണ്. മിക്ക മക്കളും സൈക്കിളിലാണ് പോകുന്നത്, കുട്ടികളും. പിന്നെ അവിടെ പേടിക്കണ്ട അവർക്ക്. ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാലും പേടിക്കാനൊന്നുമില്ല. ഒരു നായോ പട്ടിയോ അങ്ങനത്തെ അതൊന്നും ഇല്ലല്ലോ അവിടെ. പിന്നെ കള്ളന്മാരോ അങ്ങനെ ഒരു പിടിച്ചുണ്ടോ അങ്ങനത്തെ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ നാട്ടിൽ മക്കൾ റോഡ് മേലേക്ക് ഇറങ്ങുന്നത് നമ്മൾ പറയും, അയ്യോ പോവല്ലേ, റോഡ് മേലേക്ക് പോവല്ലേ എന്ന് അറിയുമല്ലോ നമ്മൾ. അവിടെ പക്ഷെ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് മക്കളൊക്കെ സൈക്കിളുമ്പോൾ തന്നെ, അധികം മക്കളും സൈക്കിളും കൊണ്ടാണ്. ചെറിയതായാലും വലുതായാലും ഒക്കെ സൈക്കിളും കൊണ്ട്. അവർ കുറേ അതൊക്കെ നോക്കി നമ്മളോട് പറയുക, എന്നെ ഇങ്ങനെ വിടൂലാലോ, എന്നെ റോഡുമ്പോൾ കൂടി ഒന്നും പോകാൻ സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ മോൻ നമ്മളോട് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയും. പിന്നെ നമ്മൾ റൂമിലെത്തി. അപ്പോഴേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, പൂരിയും ബാജിക്കറിയും. നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മളെ നാടൻ ഫുഡായിരുന്നു. പക്ഷെ നമ്മൾ ആ ടേസ്റ്റ് അല്ല കേട്ടോ, വേറൊരു ടേസ്റ്റാണ്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. അവിടുന്ന് കുറച്ച് പോകാനുണ്ട്, വേറൊരു ബീച്ചിലായിരുന്നു സ്കൂബ ഡൈവിങ്ങിന് പോകേണ്ടി വന്നത്. പിന്നെ ബീച്ചിൽ കയറി വണ്ടിയിൽ കയറി നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടോ. ഇതാണ് നമ്മുടെ ഫസൽ, നമ്മളുടെ ഗൈഡ്. നമുക്ക് അവിടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നത് അവരും അവരുടെ കാക്കയാണ് കൂടി കേട്ടോ. പിന്നെ മുന്നിലുണ്ടായിരുന്നത് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ പാക്കേജിൽ വന്ന ഒരാളാണ് കേട്ടോ. അവരുണ്ടായിരുന്നു അവിടുന്ന് നമ്മുടെ കൂടെ എല്ലാത്തിനും. അങ്ങനെയല്ല, ഈ കാര്യങ്ങൾക്കൊക്കെ പോകാനും സ്കൂബ ഡൈവിങ്ങിനും മറ്റേ എന്തെങ്കിലും സ്നോർക്കലിങ് കയാക്കിങ് അതൊക്കെ നമ്മൾ ഒരുമിച്ചാട്ടോ പോയത്. കാരണം നമ്മൾ ഒരേ പാക്കേജായിരുന്നു. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ, കാണാനുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നീലക്കടലല്ല, പച്ചക്കടൽ. ചില സ്ഥലത്തൊക്കെ നീലക്കടലായിരുന്നു, പക്ഷേ ഇവിടെ ചില സ്ഥലത്ത് പച്ചക്കടൽ. ശരിക്കും നമ്മൾ ഫോട്ടോയിലൊക്കെ അല്ലേ അങ്ങനെ പച്ചക്കടലൊക്കെ കണ്ടിട്ടില്ല, പക്ഷെ ഇത് ഫുള്ള് അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്ഥലമായാലും അടിപൊളി. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കും. അത് അവിടുത്തെ മെയിൻ. നമ്മളൊരു വൈകുന്നേരമൊക്കെ ഇറങ്ങിയാൽ ഒത്തിരി ആൾക്കാർ, സ്ത്രീകളോ ആയാലും മക്കളായാലും എല്ലാവരും വന്നിരിക്കും കേട്ടോ. അവിടെ ഇങ്ങനെ അവരിങ്ങനെ കഥയും പറഞ്ഞ് ചായക്കുട്ടലും കടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ അവിടെ പേപ്പറും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. നമ്മൾ ഓക്കെ ആണോ എന്നുള്ള രീതിക്ക്, നമുക്ക് വേറെ അസ്വസ്ഥതകളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. പിന്നെ മക്കൾ കണ്ടില്ലേ, ഫസലിന് ആദ്യമായിട്ടാണ് മോൻ കാണുന്നത്. മോൻ അങ്ങനെ കാണാത്ത ആൾക്കാരോടൊന്നും പോകാറില്ല. കുറച്ച് എന്താ പറയുക, നമ്മളുടെ അടുത്ത് നിന്ന് അങ്ങനെ പോകാറില്ല. പക്ഷേ അവൻ്റെ കൂടെ നല്ലോണം പോയിട്ടോ. നമ്മളവിടെ ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ അവരെ 3 പേരെയും കൊണ്ടുപോയിട്ട് അവനാ വെള്ളത്തിൽ ഇറക്കിയത്. ഞാൻ പറഞ്ഞു അപ്പം വന്നിട്ട് ഇതുവരെ നമ്മൾ വെള്ളത്തിൽ ഇറക്കിയില്ലാന്ന്. അവർ ശരിക്കും എന്താ പറയുക, വെള്ളം കണ്ടപ്പോൾ പിന്നെ ബാക്കിയൊക്കെ വിട്ടു. വെള്ളത്തിൽ കളിക്കേണ്ട തിരക്കാണ് അവർക്ക്.
അവരെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെല്ലാവരും അറിയുന്നുള്ളൂ. വെള്ളം കണ്ടാൽ നമുക്ക് പ്രത്യേക ഒരു വൈബല്ലേ. പിന്നെ അവൻ മക്കളെയും കൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ. പക്ഷെ പെട്ടെന്ന് എന്താ പറയുക, മഴ വന്നു. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശം പെട്ടെന്ന് കറുത്ത് ഭയങ്കര ഇരുണ്ടു. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഷെഡുണ്ട് ഇരിക്കാൻ പറ്റി, അവർ സ്ക്രീനുണ്ട് അവിടെ, കളി കാണാനുള്ള അതിന് വേണ്ടി കെട്ടിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിരുന്നു കേട്ടോ. പെട്ടെന്ന് ആ മഴ പെയ്യുന്നത്, കാരണം നമുക്ക് ദൂരെ ഇവിടെ നോക്കിയാൽ ദൂരെ പെയ്യുന്ന കാണാൻ പറ്റും. എന്നിട്ട് കാറ്റിൽ വന്നിട്ട് മൊത്തത്തിൽ ഇങ്ങ് പെയ്തു. അപ്പോൾ നമ്മൾ ഇതിൽ കയറിയിരുന്നു. അപ്പം പിന്നെ നമ്മൾ മഴയൊക്കെ ചോർന്നപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി കേട്ടോ. ബോട്ടിലാണ് പോകുന്നത്. കുറച്ച് ഉള്ളിൽ, കടലിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടാട്ടോ. ഒരുപാടൊന്നുമല്ല, പക്ഷേ കരയിൽ നിന്ന് ഒത്തിരി പോയിട്ടുണ്ട്, പക്ഷേ വലിയ ആഴമൊന്നുമില്ലായിരുന്നു കേട്ടോ. അവരുടെ ഒരു കൺട്രോളിലുള്ള ഏരിയ ആയിരിക്കുമല്ലോ എന്തായാലും അവർ കൊണ്ടുപോകാം. അപ്പം അവിടുന്ന് കര വിട്ട് കുറച്ചധികം പോയിട്ടുണ്ട്, പക്ഷേ വലിയൊരു ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പാക്കേജിലുള്ള വന്നവരും വേറെ കുറേ പാക്കേജിലുള്ളവരൊക്കെ ഒരുമിച്ച് കുറേ പാട് പേരുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഗൈഡ് അവർ നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ എന്താക്കണം എന്നുള്ളതൊക്കെ, എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നൊക്കെ നല്ലോണം പറഞ്ഞു തരും കേട്ടോ. കാരണം നമ്മൾ മനസ്സിലാക്കും. എന്നാലും നമുക്ക് മനസ്സിലാവുന്നില്ല, എന്നാൽ ഐഡിയയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും, എന്നാലും നമുക്ക് ടെൻഷനായിരിക്കും എന്തായിരുന്നു ചെയ്യേണ്ടത് അങ്ങനെ. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇറങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ. അങ്ങനെ വെള്ളത്തിൽ മുങ്ങുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മൈൻഡ് ഔട്ടായി പോകും. കാരണം എനിക്ക് ഒട്ടും പറ്റാത്ത കാര്യം വെള്ളത്തിൽ മുങ്ങുക. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇറങ്ങാണ്ടിരിക്കാനും പറ്റില്ല, കാരണം അത്രയും വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് ഇറങ്ങണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്, എന്നാൽ ഭയങ്കര ടെൻഷനായിരിക്കും എനിക്ക്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇറങ്ങിയത്. അത്രയും നേരം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ലാസ്റ്റാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിർത്തിയിട്ട ബോട്ടാട്ടോ, എന്നാലും ഭയങ്കര ഇതിലൊക്കെ ആൾക്കാരിൽ ഓടിക്കുന്നുണ്ട് എന്തോ. പക്ഷെ അവർക്കതൊക്കെ വലിയ അതെന്താ ഞാൻ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ടും പറയാൻ നിർത്തിയിട്ട ബോട്ടല്ല, ശരിക്കും പോകുന്ന ബോട്ടാന്നൊക്കെ. നീങ്ങുന്നുണ്ടായിരുന്നില്ല, പക്ഷേ അവർ പറഞ്ഞു കുഴപ്പമില്ല, അവൻ അങ്ങനെ ചെയ്തോട്ടെ, അവനങ്ങനെ കളിച്ചോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ വേറൊരു ബോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അതിന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അപ്പോൾ പാട്ടൊക്കെ വെച്ച് നമ്മൾ ചായ തന്നു കേട്ടോ. അവർ തണുത്ത് വെള്ളത്തിലിറങ്ങി വന്നപ്പോഴാണ് അവർ നമുക്ക് ചായ തന്നത്. ശരിക്കും ഭയങ്കര നമുക്ക് നനഞ്ഞൊക്കെ നല്ല മഴയത്തൊക്കെ ഇരിക്കുമ്പോഴേക്കും ഒരു ചായ ഇട്ടിരുന്നെങ്കിൽ, അതുപോലെ നമ്മൾ നനഞ്ഞ് വന്നപ്പോൾ അവർ ഓരോ ഗ്ലാസ് ചായ തന്നു കേട്ടോ. അത് വല്ലാത്തൊരു വൈബ് എന്നല്ല, എന്താ പറയുക, നോക്കുമ്പോൾ അത്രയും വിറച്ച് കയറി വന്നിട്ട് ചായ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. പിന്നെ അവർ പറഞ്ഞു മക്കളോട് മീൻ സൈഡിൽ വന്നിട്ടുണ്ട്, അവർ ചായയൊക്കെ കുടിക്കാൻ വന്ന ബിസ്ക്കറ്റ് എടുത്ത് അതിലിട്ടിട്ട് എത്ര മീനാണേ, എന്ത് ഭംഗിയാണെന്നറിയോ, പല തരത്തിലുള്ള മീനുകൾ വന്നിട്ട് അതിങ്ങനെ കൊത്തി തിന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. നമുക്ക് ശരിക്കും കടലിൻ്റെ അടി ശരിക്കും നമുക്ക് കാണാം കേട്ടോ. അത്രയും ക്രിസ്റ്റൽ ക്ലിയറാണ് വാട്ടർ. പിന്നെ അത് അജി ഇറങ്ങി കേട്ടോ. അജിയാണ് പോകുന്നത്. അജി ഇറങ്ങി, പിന്നെ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് അൻവർക്ക് ഇറങ്ങുന്നത്. കാരണം മോൻ അൻവർക്ക് എടുത്തിട്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇറങ്ങുന്നില്ല പറയുമ്പോൾ മോള് ഞാൻ എന്തായാലും ഇറങ്ങും, ഞാനൊക്കെന്തായാലും വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയത്. അപ്പോൾ അവർ പറഞ്ഞു കേട്ടോ ലാസ്റ്റ് ഇറക്കിത്തരാം, അവർക്ക് സേഫ് അല്ല, അതുകൊണ്ട് അടിയിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനെ ഇറക്കിത്തരാം, അവർക്ക് അത്രയും നേരം ശ്വാസം ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ അവർ വെള്ളത്തിൽ ഇറക്കി ഒരുപാട് നേരം കളിപ്പിച്ചു. അതുതന്നെ അവർക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം വെള്ളം കണ്ടിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അവിടുന്ന് കുറച്ച് നേരം ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് ഇതുവരെ വെള്ളത്തിലിറങ്ങാൻ പറ്റിയിട്ടില്ല, അതവർക്ക് വല്ലാത്തൊരു കാര്യമല്ലേ. പിന്നെ അവർ ഒത്തിരി നേരം നല്ല എന്താ പറയുക നമുക്ക് കുട്ടികളോടൊക്കെ അവർ അത്രയും നല്ല രീതിയിലാണ് കെയർ ചെയ്താലും കാര്യങ്ങളൊക്കെ അവരുടെ ആ തിരക്കിനുള്ളിൽ ഇറങ്ങിയിട്ട് അവർ കരയുന്ന കണ്ടപ്പോൾ ഇറങ്ങിയിട്ട് അവരെ ഒത്തിരി നേരം വെള്ളത്തിൽ കളിപ്പിച്ചു കേട്ടോ. അപ്പോൾ മോനാണ് പിന്നെ അവളും കൂടി ഇറങ്ങിയ കണ്ടപ്പോൾ പിന്നെ അവനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം വെള്ളത്തിൽ നിന്ന് മേലോട്ടേക്ക് എടുക്കുമ്പോൾ അവൻ കരയുക, കാല് കുത്തിക്കുമ്പോൾ ചിരിക്കുക. അവനെ കൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ വെള്ളത്തിൽ ഇറക്കുന്ന കാര്യത്തിലാണേ. കാരണം അവനെ അങ്ങനെ ഇറക്കാനും പനിയും കാര്യങ്ങളൊക്കെ വന്നാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് ഇറക്കില്ല നമ്മൾ. അവൾ ഒത്തിരി നേരം ഇറങ്ങി. അവരെ അവിടെ നല്ലോണം മാക്സിമം അവരെ കൊണ്ട് അവൾ മുതലാക്കിച്ചിട്ടുണ്ട്. കാരണം അത്രയും നേരം അവർ ടയേർഡായി വന്നിട്ട് പോലും അവരൊത്തിരി നേരം അവളവിടെ വെള്ളത്തിലിട്ട് കളിപ്പിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഞാനതിൽ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് അല്ലാതെ ഇടുന്നുണ്ട്. പിന്നെ തിരിച്ചു പോന്നു. അതന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബോട്ട് തിരിച്ചു.
കാരണം മഴ വരുന്നുണ്ടായിരുന്നു. മഴ പെയ്തിട്ടില്ല, പക്ഷേ മഴ ഉള്ളതുപോലെ ഒരു മഴക്കാറുണ്ടായിരുന്നു. നമ്മളെ ബോട്ടിൽ എല്ലാവരും സ്കൂബ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളാണ് ലാസ്റ്റ് ചെയ്തത്, ഞാനാണ് ലാസ്റ്റ് ചെയ്തത്. ഞാനും അന്നൊക്കെയാണ് ലാസ്റ്റ് ചെയ്തത്. പക്ഷേ അവിടെ നമുക്ക് കുറേ ടൈം കിട്ടി കേട്ടോ. കാരണം അജി ഇറങ്ങി, അത് കഴിഞ്ഞ് ഞാനിറങ്ങി, പിന്നെയാണ് അന്നൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ ക്യാമറേൻ്റെ ചാർജും കഴിഞ്ഞ് പോയിട്ട് പിന്നെ സിലിണ്ടറിൽ ഇതിൻ്റെ കുറവുണ്ടായിട്ട് അവർ പിന്നെയും വന്ന് റീഫിൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഒത്തിരി ടൈം കിട്ടിയിട്ടോ. അൻവർക്ക് ഇപ്പം വന്ന് കയറി, അൻവർക്ക് കയറി. പിന്നെ അൻവർക്ക് വെള്ളത്തിലല്ലാണ്ട് ഇതൊന്നും ഇല്ലാണ്ട് ഇറങ്ങി കുറച്ച് നേരം കേട്ടോ. അവർ ഉണ്ടായിരുന്നു വെള്ളത്തിൽ, കുറച്ച് നേരം ഇറങ്ങി നീന്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് വെള്ളം പേടിച്ചെന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കരുത്. അടിപൊളിയാണ്. എവിടെയെങ്കിലും ഒരു സ്കൂബ ഡൈവിങ് നമ്മൾ ചെയ്യണം. കാരണം കടലിൻ്റെ അടി അത് വേറെ തന്നെ ഒരു ലോകമാണ്. ചിലപ്പോൾ ഇതിലും വലിയതാണ് ഇത് വേറെ ഓരോ സ്ഥലത്ത് ചെയ്യുന്നതാണല്ലോ. പക്ഷേ ഇതും ശരിക്കും അടിപൊളിയാണ്. കടലിൻ്റെ അടി എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ലോകമാണ്. പുറ്റും മീനും അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂടെ വന്ന ആളുടെ കൈ പിടിച്ചിട്ട് തന്നെയായിരുന്നു, കാരണം വിട്ടിട്ടില്ല ഞാൻ. കാരണം അവരെന്നോട് ഫോട്ടോസ് എടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോസ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം എനിക്ക് പേടിയാണ്, വിട്ടാൽ ഞാൻ എന്താ പറയുക മുങ്ങിപ്പോവുക. അല്ലെങ്കിൽ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും ചവിട്ടരുത്, കാരണം ചില അങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളങ്ങനെ ചവിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കാല് തൊട്ടിട്ടില്ല, നിലത്ത് പൊന്തിച്ച് പിടിച്ചിട്ടാണ് നിന്നത്. കാരണം തൊട്ടിട്ട് മുറിയണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ വെള്ളത്തിലിറങ്ങി കണ്ണ് ചിമ്മിയാണ് ഞാൻ അടിയിലോളം പോയത്. പിന്നെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഉഷാറായി. കാരണം നഷ്ടമായിപ്പോയി. ഞാൻ കയറി വന്നപ്പോൾ തന്നെ പറഞ്ഞു നഷ്ടമായി പോയിക്കില്ലേന്ന്, നഷ്ടമായി പോയത്. കാരണം അത്രയും അടിപൊളിയായിരുന്നു. പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ചെയ്തില്ലെങ്കിൽ നഷ്ടമായി പോകും എന്നൊക്കെ കരുതി. കാരണം പിന്നെ ഓരോരുത്തർ വന്നിട്ട് അവരെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ റിവ്യൂ പോലെയല്ല, നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് അറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള, പക്ഷെ പലരും പല പാക്കേജിൽ വന്നവരാണ്. അവരോടൊക്കെ നമ്മുടെ നാട്ടിൽ അടുത്തുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇന്ന കപ്പിൾസ് മാത്രം അങ്ങനെയൊന്നുമില്ല, ഒരുപാട് പ്രായമായ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്നെക്കാളൊക്കെ എത്രയോ പ്രായമായ ആൾക്കാരുണ്ടായിരുന്നു. ഈ അവരൊക്കെ വന്നിട്ട് എന്ത് അടിപൊളിയായിട്ടാണ് സ്കൂബയൊക്കെ ചെയ്യുന്നത്. ഞാനൊക്കെ ഈ പ്രായത്തിൽ തന്നെ പേടിച്ചിട്ട് ഇറങ്ങാതിരിക്കുക. പക്ഷെ ഞാൻ ചെയ്തു കേട്ടോ. ഇത്തവണ പ്രാവശ്യം ഞാൻ എന്തായാലും പോകുമ്പോൾ കരുതിയത് എത്ര പേരുണ്ടെങ്കിലും സ്കൂബ ഡൈവിങ് എന്തായാലും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ചെയ്തു. അടിപൊളിയായിരുന്നു. അടിപൊളി. പക്ഷേ മക്കൾ പിന്നെ നമ്മളോട് ചോദിക്കുക കേട്ടോ, ഒന്നുകൂടി ഇറങ്ങിക്കോട്ടെ. കാരണം അവർക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് മതിയാകുന്നില്ല. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികൾക്ക് നല്ല, എല്ലാവർക്കും വെള്ളം വേറെ തന്നെ ഒരു ഇഷ്ടമാണല്ലോ. അപ്പോൾ അവരൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. നമ്മളാണല്ലോ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളതൊന്നും കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങി, എല്ലാവരും കയറി തിരിച്ച്. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ തിരിച്ച് പിന്നെ നമ്മളൊക്കെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ ജാക്കറ്റൊന്നും ഇല്ലാതെ അന്നൊക്കെയും വേറൊരാളും അവരിറങ്ങി കുറച്ച് നീന്തുകയൊക്കെ ചെയ്തു. പക്ഷെ അവർ പെർമിഷൻ തന്നിട്ടാണ് കേട്ടോ. അവർ പറഞ്ഞു അവരൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി കുറച്ച് നീന്തുകയൊക്കെ ചെയ്തു. നമ്മളല്ല, കുറച്ചാൾ ഇറങ്ങി അവർ നീന്തുകയൊക്കെ ചെയ്ത്. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ച് വണ്ടി കയറി നമ്മൾ റൂമിലേക്ക് വന്നു. റൂമിലെത്തിയപ്പോൾ എൻ്റെ ടേബിൾ ചൂട് പാർന്ന ചോറ്, നല്ല മീൻകറിയും അത് കണ്ടപ്പോൾ പിന്നെ ഫ്രഷ് ആവാനൊന്നും നേരമില്ല. കാരണം അത്രയും വിശപ്പുണ്ടായിരുന്നു. നമുക്ക് വെള്ളത്തിലൊക്കെ കളിച്ച് വന്നാൽ നല്ല വിശപ്പായിരിക്കുമല്ലോ. നമുക്കുള്ളതിനേക്കാളും ഡബിൾ വിശപ്പായിരിക്കും. അപ്പോൾ ഈ ചൂടുള്ള ചോറും കൂടി കണ്ടപ്പോൾ പിന്നെ രക്ഷയില്ല. ഫ്രഷ് ആവലൊക്കെ എന്നിട്ട് നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചു. ആദ്യം നല്ല പൊരിച്ച മീനും പപ്പടവും നല്ല മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ കറിക്കൊക്കെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, നമ്മുടേതിനേക്കാളും കുറച്ചുകൂടി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അതിലും ടേസ്റ്റ് നമ്മളെ കറിക്കുന്ന കേട്ടോ. ആ ടേസ്റ്റൊന്നും എന്തായാലും എവിടെ ഉണ്ടാവില്ലേ. പിന്നെ ചോറൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. മക്കളൊക്കെ ഒന്ന് ഉറക്കി. കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഗ്ലാസ് ബോട്ട് പോകാനുണ്ടായിരുന്നു. സ്കൂബയും ഗ്ലാസ് ബോട്ട് നമ്മൾ ഒരു ദിവസം തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പം നമ്മൾ വീണ്ടും വൈകുന്നേരം ഫ്രഷൊക്കെ ആയി ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത് വീണ്ടും നമ്മൾ ഇറങ്ങി. നമ്മളിപ്പോൾ പോയ ബീച്ചിലല്ല കേട്ടോ, ഗ്ലാസ് ബോട്ടിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ബീച്ചിലുള്ള അടിപൊളി ഒരു ബീച്ചായിരുന്നു. നമ്മൾ രാവിലെ പോയ ബീച്ചിനേക്കാളും രസമുണ്ടായിരുന്നത് നമ്മൾ വൈകുന്നേരം പോയ ബീച്ചാണ് കേട്ടോ.
കാരണം അവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയ പാടന്നെ വെള്ളത്തിലിറങ്ങുന്നതിനേക്കാളും വെള്ളത്തിലിറങ്ങാനേക്കാളും അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറ്റവർ വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങാനാണ് നോക്കുക. അവർ വെള്ളത്തിലിറങ്ങുന്നതിനേക്കാളും മുന്നേ അവർക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവനിങ്ങനെ ഇത് ഞങ്ങളുടെ വീഡിയോ എന്താ പറയുക ഭയങ്കര യൂട്യൂബേഴ്സിൻ്റെ തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെന്താ ഒരുത്തി അവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. നല്ല ഓരോ അത്രയും ഒരു വൈബായിരുന്നു ശരിക്കും. നമ്മൾ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യാം കേട്ടോ. പിന്നെന്താ പിന്നെ ഞാൻ സ്കൂബ ഡൈവിങ്ങിൻ്റെ ആ വീഡിയോ അവർ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തരും കേട്ടോ നമ്മുടെ. അപ്പം എന്താ പറയുക അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇതന്നെ നോക്കുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത്തായിപ്പോയി. അപ്പം ഞാൻ അതൊന്നും ഇട്ടില്ല. അപ്പം നമ്മൾ അവിടെ എത്തി. എന്താ പറഞ്ഞില്ലേ അടിപൊളി ബീച്ച്, മറ്റതിനേക്കാളും കാണാനും ഭംഗിയുള്ള ബീച്ചായിരുന്നു കേട്ടോ. മറ്റേതൊരു കടൽപ്പാലം പോലെയായിരുന്നു. നമ്മളെന്നിട്ട് അവിടെ നിന്ന് ബോട്ടിലേക്ക് കയറുക ചെയ്തത്. പക്ഷെ എല്ലാ ബീച്ചും അടിപൊളിയാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു എസ്തറ്റിക് വൈബായിരുന്നു. കാരണം നല്ല നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ബോട്ടിൽ കയറിയിട്ട് കൽപ്പെട്ടി ഐലൻഡിലേക്ക് കേട്ടോ നമ്മൾ പോകുന്നത്. അത് ഗ്ലാസ് ബോട്ടാണ്, നടുവിൽ ഗ്ലാസ്സുള്ള ബോട്ടാണ്. എന്നിട്ട് അതിൽ കൽപ്പെട്ടി ഐലൻഡിലേക്ക്. പക്ഷെ നമുക്ക് നഷ്ടമായിരുന്നു കേട്ടോ. കാരണം പോക്ക് നഷ്ടമായതല്ല, നല്ല മഴയായിരുന്നു. നമ്മൾ അങ്ങോട്ട് കുറച്ച് മീനും അതൊക്കെ ആമേനെയൊക്കെ കണ്ടു. പക്ഷേ അവിടെ എത്തിയില്ല, അതിന് മുന്നേ മഴ പെയ്തു. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും മഴയിൽ തിരിച്ചു പോരേണ്ട തിരക്ക്. നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തുമ്പോഴേക്ക് നല്ല മഴയായിപ്പോയി. നമുക്ക് മക്കളെ കൊണ്ടൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു പക്ഷേ മഴ ചതിച്ചു. നമ്മൾ കയറാൻ നോക്കുമ്പോൾ ഈ തിര ഇങ്ങനെ വന്നടിച്ചിട്ട് ബോട്ട് ബാക്കൗട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും പിടിച്ചങ്ങനെയൊക്കെയോ കയറി. കപ്പലിൽ ഈ ബോട്ടിൽ കയറിയിട്ട് മോള് പറയുക എൻ്റെ കാലിൽ നനച്ചില്ല, വെള്ളത്തിൽ തൊട്ടില്ല. എന്നിട്ട് അവൾ ഒന്നും കൂടി അവിടുത്തെ വീണ്ടും കാല് വെള്ളത്തിൽ മുട്ടിച്ചു. എന്തായാലും വെള്ളത്തിലിറങ്ങാനുള്ള അവരുടെ ഓരോ കാരണങ്ങൾ. പിന്നെ അവർ എന്താ പറയുക അവരിങ്ങനെ നമുക്ക് പറഞ്ഞിരുന്നുണ്ടായിരുന്നു ജാക്കറ്റ് ഇടാനും കാര്യങ്ങളൊക്കെ. അതൊക്കെ പറഞ്ഞ് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടു. കാരണം അത്ര ആയൊന്നുമില്ല, നമുക്ക് അവിടെ നിന്ന് തന്നെ കടലിൻ്റെ അടി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് ശരിക്കും അടി കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് അപ്പോഴേക്കും കാറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. ഒന്നാമതേ ഇതിൻ്റെ കാറ്റും പിന്നെ മഴേൻ്റെ കാറ്റും രണ്ടും കൂടിയും. പക്ഷെ വേറെ തന്നെ ഒരു വൈബായിരുന്നു ആ ഒരു ടൈമിൽ ഇങ്ങനെ ബോട്ടിൽ പോകാന്നുള്ളത്. അപ്പോൾ അവർ അടിയിൽ മഴേൻ്റെ അത് പെയ്തിട്ട് ക്ലാസ് അത്ര ക്ലിയർ ആയിരുന്നില്ല. എന്നാലും കാണുന്നുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ നേരിട്ട് നമ്മൾ കാണുന്നൊക്കെ ഉണ്ടായിരുന്നു. വലിയ ആമ തന്നെയാണ് കേട്ടോ. ഒരുപാട് ആമയുണ്ട്. ആമേനെ തന്നെയാണ് നമ്മൾ കണ്ടത്. ഫിഷിനൊക്കെ കണ്ടു, പക്ഷെ ഒരുപാടൊന്നും കണ്ടില്ല. മഴേൻ്റെതായതുകൊണ്ടാണോ ബോട്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അത് മാറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ മോനെ അവിടെ ഇരിക്കാൻ വാശി പിടിച്ചു. കാരണം അവനത് ഗ്ലാസ്സുമ്മൽ ഇങ്ങനെ വെള്ളം വരുമ്പോൾ അവന് നല്ല ഇവിടെ ഇരുത്തിയിട്ട്. പക്ഷെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആമയൊക്കെ വരുമ്പോൾ അവർ ബ്ലാക്ക് കാണുന്നതൊക്കെ ആമയാട്ടോ. എന്തായാലും പറഞ്ഞാൽ അവനിങ്ങനെ ഗ്ലാസ്സിൽ ഇരുത്തിയിട്ട് നമ്മൾ അവരോട് താഴോട്ട് നോക്കാൻ പറയുമ്പോൾ അവൻ അത് അങ്ങനെ ഇത് മനസ്സിലാവാനുള്ള ഒരു ഏജ് ആയിട്ടില്ലല്ലോ. എന്നാലും അവൻ നോക്കുന്നുണ്ടായിരുന്നു. വെള്ളം കണ്ടതുകൊണ്ട് കുറേ നേരം അവിടെ പിടിച്ചിരുത്തി. പിന്നെ അവരിങ്ങനെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു നമ്മൾ പോകുന്ന സ്ഥലവും അവിടെ കാണാനുള്ള കാര്യങ്ങളൊക്കെ. അവിടെ ഭയങ്കരമായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ കുറച്ച് എന്താ പറയുക ചില എന്തായാലും പറയുക അവരുടെ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്താ പറയുക എന്താണെന്ന് എനിക്ക് കിട്ടുന്നില്ല. എന്തോ ഒരു കാര്യം അവർ പറഞ്ഞു തന്നിട്ടായിരുന്നു. അവിടുത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും പറയാം അവിടെ ഉണ്ട്. അങ്ങനെ വലിയ കുറേ പാറകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അവരെന്തോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അവിടെ പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. നമ്മൾ പോകുമ്പോഴേക്കും നല്ല മഴയായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ആമേനെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. കാരണം ആമേനെയാണ് നമ്മൾ ഒരുപാട് കണ്ടത്. പിന്നെ നമ്മൾ പോയത് കുറച്ച് ഓഫ് സീസൺ ആയിരുന്നു കേട്ടോ. കറക്റ്റ് ടൈം ആയിരുന്നില്ല. നമുക്ക് അപ്പോൾ ടിക്കറ്റ് കിട്ടിയതുകൊണ്ട് നമ്മളങ്ങ് പോയതാണ്. പിന്നെ അവർക്ക് വെക്കേഷനും എവിടെയും പോകാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടങ്ങ് പോയത്. പക്ഷേ ഇനി പോകാനുള്ളവർ മാക്സിമം ഇതിൻ്റെ സീസണിൽ പോകാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക
അവരുടേതായ കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ, കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ, അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ബംഗാരം ബീച്ച്, പാരാസൈക്ലിംഗ്, അതൊക്കെ നമുക്ക് മിസ്സായിട്ടോ. പക്ഷേ അടിപൊളി തന്നെയാണ്. എന്നാലും കുറച്ചും കൂടി ബെറ്റർ ഇതിൻ്റെ സീസണിൽ പോകുന്നതായിരിക്കും, ഒക്ടോബർ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ടൈമിലൊക്കെ. അപ്പം നമുക്ക് ഒന്നും കൂടിയും അടിപൊളിയായിരിക്കും. ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ട് ഒന്നും കൂടി എന്തായിരിക്കും, അടിപൊളിയായിരിക്കും കാണാനൊക്കെ കാര്യങ്ങൾ. പക്ഷെ ഇത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇടയ്ക്കൊരു റെയിനി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായി ഇപ്പോൾ തന്നെ ഗ്ലാസ്സിൽ വെള്ളം വന്നിട്ട് കുറച്ചൊക്കെ നമുക്ക് എന്താ പറയുക കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാലും അവരിങ്ങനെ ഇടയ്ക്കൊക്കെ തുടയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ആ മഴ നമ്മളെ ചതിച്ചെന്ന് തന്നെ പറഞ്ഞാൽ മതി. നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല, അങ്ങനത്തെ മഴയായിരുന്നു. പിന്നെ നമ്മൾ മക്കളെയും കൊണ്ട് മഴ അത്ര സേഫ് അല്ലാത്തത് കൊണ്ട് തിരിച്ചു പോരുകയായിരുന്നത്. കാരണം അത്രയും നല്ല മഴ തന്നെയായിരുന്നു. ഇതാ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആകാശമൊക്കെ കറുത്ത് നല്ല ഇപ്പം പെയ്യും എന്ന് പറഞ്ഞാൽ ആ ഒരു ഇല്ല നമ്മളങ്ങോട്ട് പോയത്. പിന്നെ നമ്മൾ ഇനി എങ്ങാനും പെയ്യാതിരിക്കുകയാണെങ്കിലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോന്നാൽ മതിയായിരുന്നു ശരിക്കും. പിന്നെ നമുക്ക് തോന്നി അങ്ങനെ പോന്നാൽ മതി, എന്ത് വേറെ നാളെയോ മറ്റന്നാളത്തെ ഒന്നും കൂടെ പോയാൽ മതിയായിരുന്നു. കാരണം അങ്ങനെ നമ്മൾ മഴയിൽ പെട്ടുപോയി. കാരണം മോനൊക്കെ ഉള്ളത് കൊണ്ടാണ്. കാരണം അവരെയും കൊണ്ടൊക്കെ അത്രയും മഴയത്ത് അവരെ നമ്മൾ കോട്ടൊക്കെ ഇടിച്ചിട്ടോ. പക്ഷെ എന്നാലും മഴ കൊണ്ടു. കാരണം പെട്ടെന്ന് അങ്ങനെ പറയുക അങ്ങ് പെയ്തുകൂടുക. കാരണം നമ്മളെ പോലെ ചെറുങ്ങനെ പെയ്യല്ല, ഒറ്റയടിക്ക് അങ്ങ് പെയ്തില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അതാ ഈ വീഡിയോയിലാട്ടോ അവർ പറയുന്നത് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. അപ്പോൾ ഞാൻ മക്കളെ സൗണ്ട് കൊണ്ട് ആ വോയിസ് ഓഫ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് എന്തായാലും നോർമല ഒരുപാട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾക്ക് മുന്നേ വന്നവരുണ്ട്, അവർക്ക് ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം മഴ തുടങ്ങുമ്പോഴേക്കതാ അവർ റിട്ടേൺ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ റെഡി മഴയത്താണ് അവിടെ എത്തിയത്. അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് നടക്കണം കേട്ടോ, കുറച്ച് നടക്കാനുണ്ട്. അവിടെ എന്താ ഇപ്പോൾ എയർപോർട്ടോ എന്തോ തരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അതിനു വേണ്ടി തെങ്ങുകളൊക്കെ മുറിച്ചിട്ടിരിക്കുകയായിരുന്നു, അതവർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ നടന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്കിട്ട് കാണാനും കഴിഞ്ഞു. നമ്മളവിടെ നടന്നെത്തുമ്പോഴേക്ക് ഭയങ്കര മഴ. മഴയുടെ സൗണ്ട് കേൾക്കാട്ടോ, നല്ല സൗണ്ട് ഉണ്ട്. എങ്ങോട്ടാ? തെങ്ങുണ്ട് ഗൈസ്. നമ്മൾ പോയി എന്നുള്ള നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. കാരണം അവിടെ എത്തുമ്പോഴേക്കും നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അങ്ങനെ നമ്മൾ കുറച്ചല്ല ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ മഴ ചോരുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. നമ്മളൊന്ന് ചോർന്നപ്പോൾ എൻ്റെ മോനെയും കൊണ്ട് അത്രയും നേരം മഴ കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടായി പൊരിക്കലോന്ന് മാറ്റി തിരിച്ചു പോകുന്നു. മുളകൊക്കെ നനഞ്ഞിട്ട് എന്താ പറയുക, നനഞ്ഞ കോഴിൻ്റെ തൊട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ശരിക്കും വിറച്ചിട്ട് എന്താ പറയുക, മോക്കൊക്കെ ഉണ്ടാക്കും കോട്ടിട്ടുണ്ടായിരുന്നു, മോളെ കോട്ടിട്ടെടുത്തുമില്ല. കാരണം നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. നനഞ്ഞ് എല്ലാം കൂടിയും എന്താ പറയുക ഒരുമാതിരി ആയിപ്പോയി. പിന്നെ ഞാൻ സ്കൂബ ഡൈവിങ്ങിന് പോയ സമയത്ത് കടലിൻ്റെ അടിയിൽ നിന്ന് മണ്ണും കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര സങ്കടം പറഞ്ഞിരുന്നു. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വിടാതെ എടുത്തതാണ്. കയ്യിൽ നിന്ന് ഇങ്ങനെ വെള്ളമാകുമ്പോൾ മണലിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു മുറുക്കെ പിടിച്ചിട്ട് എങ്ങനെയോ ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു എപ്പോഴും ഒരു മെമ്മറി ആണല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും പോയി. അപ്പം എൻ്റെ മോന് എനിക്കിപ്പോൾ ഇറക്കി തന്നതാണ്. അത് മിസ്സായാണ് പാരം നശിക്കുന്നത് അത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ ഇറക്കി തന്നാൽ എനിക്ക് അവിടെ നിന്ന്. അപ്പം ഞാൻ ചാടിയിട്ടില്ല കേട്ടോ, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാരണം അവനെനിക്ക് തന്നതല്ലേ എന്ന് കരുതിയിട്ട്. പിന്നെ അവിടെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്ക് എന്നൊന്നും പറഞ്ഞുകൂടാ. അവിടെ ഇങ്ങനെ കുറച്ച് ഊഞ്ഞാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരതിലൊക്കെ കയറി
പിന്നെ അവിടെ ചായ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള നല്ല. വൈകുന്നേരം നമ്മൾ നനഞ്ഞ് വന്നപ്പോൾ ഒരു ചായയും കടിയും കുടിക്കാമെന്നായിരുന്നു. പക്ഷേ നല്ല തിരക്കായിരുന്നു. ഇത്രയും നേരം ബോട്ടിൽ വന്ന് എല്ലാവരും അവിടെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സീറ്റ് ഒഴിഞ്ഞിട്ടത്. കാരണം അത്രയും നേരം തിരക്ക്, എല്ലാവരും നനഞ്ഞ് വന്നുകൊണ്ട് ഒരു ചായ കുടിക്കാൻ, നമുക്ക് നനഞ്ഞ് കുടിക്കുമ്പോൾ ഒരു ചായ കുടിക്കാൻ ഒരു ഇതായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ എന്തോ ബ്രെഡ് ചിക്കൻ സാൻഡ്വിച്ചോ അങ്ങനെ എന്തോ ആയിരുന്നു. രണ്ട് റെഡി വാങ്ങി. രണ്ടും ഏകദേശം സെയിം ടേസ്റ്റാണ്, പക്ഷെ രണ്ട് പേരായിരുന്നു കേട്ടോ. പക്ഷേ ഏകദേശം മസാലയും കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു, കുഴപ്പമില്ല. പിന്നെ അപ്പോഴാണ് ഞണ്ട് ഓടുന്നത് കണ്ടത്. അവിടെ ഇങ്ങനെ ഞണ്ടിങ്ങനെ മണ്ണിൻ്റെ പുളിഞ്ഞടങ്ങി ഇങ്ങനെ ഇതാക്കും കേട്ടോ. നമ്മൾക്ക് അതിനെ എല്ലാം കൂടി പിടിച്ചു മൂപ്പരെ. ലാസ്റ്റ് പിടിച്ചൊരു ഞണ്ടിനെ വൈകി നടന്ന് കുറേ അതിൻ്റെ വൈകി ഇങ്ങനെ ഓടി ലാസ്റ്റ് ഇങ്ങനെ പിടിച്ചു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ എന്താ ഒരു വ്യൂ, ശരിക്കും അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങി.